നമസ്കാരം സുഹൃത്തുക്കളെ, സ്പോർട്സ് പിച്ചിലേക്ക് ഏവർക്കും സ്വാഗതം. IPL ചരിത്രത്തിൽ നമ്മൾ എത്രയോ മാസ് ബാറ്റിംഗ് പ്രകടനങ്ങൾ കണ്ടിരിക്കുന്നു. ക്രിസ് ഗെയിലും AB ഡിവില്ലിയേഴ്സും വിരാട് കോഹ്ലിയുമെല്ലാം മൈതാനങ്ങളിൽ തീപ്പൊരി പടർത്തിയത് നമ്മൾ കണ്ടതാണ്. എന്നാൽ ഇന്നലെ രാത്രി അഹമ്മദാബാദിൽ പിറന്നത് വെറുമൊരു ബാറ്റിംഗ് പ്രകടനമല്ല, ക്രിക്കറ്റിന്റെ ചരിത്ര പുസ്തകങ്ങളെ മുഴുവൻ തിരുത്തിക്കുറിച്ച, വരും തലമുറകൾ അത്ഭുതത്തോടെ മാത്രം ഓർത്തുപോകുന്ന ഒരു അതിമാനുഷിക ഇന്നിംഗ്സ് ആയിരുന്നു അത്. IPL എലിമിനേറ്റർ പോരാട്ടത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ കരുത്തുറ്റ ബൌളിംഗ് നിരയെ സാക്ഷാൽ വൈഭവ് സൂര്യവംശി എന്ന 15 വയസ്സുകാരൻ അടിച്ചു പറത്തിയത് വെറും 29 പന്തിലാണ്. ആ 29 പന്തിൽ നിന്നും അവൻ അടിച്ചുകൂട്ടിയത് 97 റൺസ്. ഒരു എലിമിനേറ്റർ മത്സരത്തിന്റെ കടുത്ത സമ്മർദ്ദത്തിനിടയിലാണ് ഈ പ്രകടനമെന്ന് ഓർക്കണം. ഈ ഒരു വെടിക്കെട്ടോടെ ഈ സീസണിലെ റൺവേട്ടക്കാർക്കുള്ള ഓറഞ്ച് ക്യാപ് വൈഭവ് തന്റെ തലയിലേക്ക് തിരിച്ചു വെച്ചിരിക്കുകയാണ്. ഗുജറാത്തിന്റെ സായ് സുദർശനെ പിന്നിലാക്കിക്കൊണ്ട് വൈഭവ് നടത്തിയ ഈ കുതിപ്പും IPLലെ നിലവിലെ ഓറഞ്ച് ക്യാപ് റേസിന്റെ പൂർണ്ണമായ അവസ്ഥയും, ഒപ്പം നമ്മുടെ മലയാളി താരം സഞ്ജു സാംസൺ നേരിടുന്ന കടുത്ത പ്രതിസന്ധിയും നമുക്ക് വിശദമായി പരിശോധിക്കാം. സൺറൈസേഴ്സ് ഹൈദരാബാദും രാജസ്ഥാൻ റോയൽസും തമ്മിലുള്ള ജീവൻ മരണ പോരാട്ടമായിരുന്നു ഇന്നലെ നടന്നത്. തോൽക്കുന്നവർക്ക് ടൂർണമെന്റിൽ നിന്നും പുറത്തേക്കുള്ള വഴി തുറക്കുന്ന കടുത്ത മത്സരം. അത്തരമൊരു സാഹചര്യത്തിൽ ബാറ്റിംഗിനിറങ്ങിയ വൈഭവ് സൂര്യവംശി ആദ്യ പന്ത് മുതൽ ഹൈദരാബാദ് ബൌളർമാരുടെ മേൽ കുതിര കയറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഗ്രൗണ്ടിന്റെ നാലുപാടും സിക്സറുകൾ മാത്രം പറന്ന ആ ഇന്നിംഗ്സിൽ വെറും 29 പന്തിൽ 97 റൺസാണ് വൈഭവ് അടിച്ചുകൂട്ടിയത്. ദൗർഭാഗ്യവശാൽ 3 റൺസ് അകലെ വെച്ച് സെഞ്ചുറി നഷ്ടമായെങ്കിലും ആ പ്രകടനം രാജസ്ഥാന് നൽകിയ ആത്മവിശ്വാസം ചെറുതല്ല. ഈ വമ്പൻ പ്രകടനത്തോടെ 15 മത്സരങ്ങളിൽ നിന്നും 680 റൺസാണ് വൈഭവ് സൂര്യവംശി ഈ സീസണിൽ അടിച്ചുകൂട്ടിയിരിക്കുന്നത്. ഇതോടെ ഗുജറാത്ത് ടൈറ്റൻസ് ഓപ്പണർ സായ് സുദർശന്റെ കൈകളിലിരുന്ന ഓറഞ്ച് ക്യാപ് വൈഭവ് തിരിച്ചുപിടിച്ചു. നിലവിൽ 15 മത്സരങ്ങളിൽ നിന്നും 652 റൺസുമായി സായ് സുദർശനാണ് റൺവേട്ടക്കാരിൽ രണ്ടാമത് നിൽക്കുന്നത്. ഇന്നലത്തെ ഒരൊറ്റ മത്സരത്തോടെ IPL ചരിത്രത്തിലെ ഏറ്റവും വലിയ ചില റെക്കോർഡുകളാണ് വൈഭവ് സൂര്യവംശി തന്റെ പേരിൽ കുറിച്ചിരിക്കുന്നത്. കേവലം റൺസ് അടിക്കുക മാത്രമല്ല, അത് അടിച്ചുകൂട്ടിയ വേഗതയാണ് ക്രിക്കറ്റ് ലോകത്തെ വിസ്മയിപ്പിക്കുന്നത്. സിക്സറുകളുടെ തമ്പുരാൻ. IPL ചരിത്രത്തിൽ ഏറ്റവും അധികം സിക്സറുകൾ പറത്തുന്ന താരമെന്ന റെക്കോർഡ് ഇനി വൈഭവിന് സ്വന്തം. ഈ സീസണിൽ മാത്രം താരം 65 സിക്സറുകളും 55 ബൗണ്ടറികളുമാണ് അടിച്ചുകൂട്ടിയത്. അവിശ്വസനീയമായ സ്ട്രൈക്ക് റേറ്റ്. 15 മത്സരങ്ങളിൽ നിന്നും 45.33 ശരാശരിയിലാണ് വൈഭവ് റണ്ണടിച്ചിരിക്കുന്നത്. ഇതിനേക്കാൾ ഞെട്ടിക്കുന്നത് താരത്തിന്റെ സ്ട്രൈക്ക് റേറ്റ് ആണ്. 242.85 സ്ട്രൈക്ക് റേറ്റിലാണ് ഈ 15-കാരൻ IPLൽ പന്തുകൾ തല്ലിപ്പൊളിക്കുന്നത്. IPL ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന അൺക്യാപ്ഡ് താരമെന്ന റെക്കോർഡ് ഇന്നലെയോടെ വൈഭവ് സ്വന്തമാക്കി. കൂടാതെ IPL ചരിത്രത്തിൽ ആദ്യമായി 200-ന് മുകളിൽ സ്ട്രൈക്ക് റേറ്റിൽ 600-ലധികം റൺസ് നേടുന്ന ആദ്യ താരമെന്ന മാന്ത്രിക നേട്ടവും വൈഭവ് സൂര്യവംശി തന്റെ പേരിൽ എഴുതി ചേർത്തു. വൈഭവും സായ് സുദർശനും ആദ്യ 2 സ്ഥാനങ്ങളിൽ ആധിപത്യം ഉറപ്പിക്കുമ്പോൾ തൊട്ടു പിന്നാലെ വലിയൊരു പോരാട്ടമാണ് നടക്കുന്നത്. ടോപ്പ് 10 ലിസ്റ്റിലെ മറ്റ് താരങ്ങളുടെ പ്രകടനം ഇങ്ങനെയാണ്. ഹെൻറിച്ച് ക്ലാസൻ 3-ാം സ്ഥാനം. രാജസ്ഥാനെതിരെയുള്ള മത്സരത്തിൽ 10 പന്തിൽ 18 റൺസ് എടുത്ത് പുറത്തായെങ്കിലും ഹൈദരാബാദിന്റെ ഹെൻറിച്ച് ക്ലാസൻ 15 മത്സരങ്ങളിൽ നിന്നും 624 റൺസുമായി 3-ാം സ്ഥാനത്തേക്ക് ഉയർന്നു. ഗുജറാത്ത് നായകൻ ശുഭ്മാൻ ഗില്ലിനെയാണ് ക്ലാസൻ മറികടന്നത്. ശുഭ്മാൻ ഗിൽ 4-ാം സ്ഥാനം. 15 മത്സരങ്ങളിൽ നിന്നും 618 റൺസുമായി ഗുജറാത്ത് നായകൻ ശുഭ്മാൻ ഗിൽ തൊട്ടു പിന്നാലെ 4-ാം സ്ഥാനത്തുണ്ട്. ഇഷാൻ കിഷൻ. രാജസ്ഥാനിലെ 11 പന്തിൽ 33 റൺസ് അടിച്ചുകൂട്ടിയ ഇഷാൻ കിഷൻ 602 റൺസുമായി 5-ാം സ്ഥാനത്തേക്ക് കയറി. ഈ പ്രകടനത്തോടെ കിഷൻ റൺവേട്ടയിൽ വിരാട് കോഹ്ലിയെ മറികടന്നു. നിലവിൽ 600 റൺസുമായി വിരാട് കോഹ്ലി 6-ാം സ്ഥാനത്താണുള്ളത്. 593 റൺസ് അടിച്ച ലക്നൌ നായകൻ KL രാഹുൽ 7-ാം സ്ഥാനത്ത് തുടരുന്നു. ഇന്നലത്തെ മത്സരത്തിൽ രാജസ്ഥാനെതിരെ 0-ന് പുറത്തായെങ്കിലും 563 റൺസുമായി ഹൈദരാബാദിന്റെ അഭിഷേക് ശർമ്മ 8-ാം സ്ഥാനത്തുണ്ട്. 563 റൺസ് തന്നെയുള്ള ലക്നൌ ഓപ്പണർ മിച്ചൽ മാർഷാണ് 9-ാമത്. 510 റൺസ് അടിച്ച പഞ്ചാബ് ഓപ്പണർ പ്രഭ്സിമ്രാൻ സിംഗ് ആണ് ടോപ്പ് 10-ലെ അവസാന സ്ഥാനക്കാരൻ. അതേസമയം ഇന്നലെ ഹൈദരാബാദിനെതിരെ 21 പന്തിൽ 50 റൺസ് അടിച്ചുകൂട്ടിയ രാജസ്ഥാൻ താരം ധ്രുവ് ജുറൽ 15 മത്സരങ്ങളിൽ നിന്നും 508 റൺസുമായി റൺവേട്ടയിൽ 11-ാം സ്ഥാനത്തേക്ക് ഉയർന്നിട്ടുണ്ട്. ഇഷാൻ കിഷൻ 600 റൺസും ധ്രുവ് ജുറൽ 500 റൺസും പിന്നിട്ടപ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ മലയാളി താരം സഞ്ജു സാംസൺ
477 റൺസുമായി നിലവിൽ 16-ാം സ്ഥാനത്താണുള്ളത്. ചെന്നൈ ടൂർണമെന്റിൽ നിന്നും പുറത്തായ പശ്ചാത്തലത്തിൽ സഞ്ജുവിന് ഇനി ഈ സീസണിൽ മത്സരങ്ങൾ ബാക്കിയില്ല. അതുകൊണ്ട് തന്നെ ഇനി വരാനിരിക്കുന്ന മത്സരങ്ങളിൽ സഞ്ജു ടോപ്പ് 20 ലിസ്റ്റിൽ സ്ഥാനം നിലനിർത്തുമോ എന്ന വലിയ ആശങ്കയിലാണ് മലയാളി ക്രിക്കറ്റ് ആരാധകർ. IPL-ൽ ഇനി വെറും 2 മത്സരങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. നിലവിൽ 463 റൺസ് അടിച്ച RCB താരം ദേവദത്ത് പടിക്കലും 426 റൺസ് അടിച്ച രാജസ്ഥാൻ ഓപ്പണർ യശസ്വി ജയ്സ്വാളുമാണ് ഇനി വരാനിരിക്കുന്ന കളികളിൽ സഞ്ജുവിനെ പിന്നിലാക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള താരങ്ങൾ. ഈ 2 താരങ്ങളും മികച്ച ഫോമിൽ കളിച്ചാൽ സഞ്ജു സാംസൺ ടോപ്പ് 20 ലിസ്റ്റിൽ നിന്നും പുറത്തേക്ക് പോകാൻ സാധ്യതയേറെയാണ്. ഇത് ചെന്നൈ ആരാധകർക്കും സഞ്ജു ഫാൻസിനും വലിയൊരു നിരാശയാണ് സമ്മാനിക്കുന്നത്. എന്തായാലും ക്രിക്കറ്റ് ലോകം മുഴുവൻ ഇപ്പോൾ ഈ 15-കാരനായ ബീഹാർ സ്വദേശി വൈഭവ് സൂര്യവംശിയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഈ പ്രായത്തിൽ ഇത്രയും പക്വതയോടെ എന്നാൽ അതിഭീകരമായ അഗ്രഷനോടെ ബാറ്റ് ചെയ്യാൻ ഒരു കളിക്കാരന് സാധിക്കുമെങ്കിൽ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഭാവി സുരക്ഷിതമായ കൈകളിലാണ് എന്ന് ഉറപ്പിച്ചു പറയാം. ഓറഞ്ച് ക്യാപ് റേസിൽ വമ്പന്മാരെ ഒന്നിനു പുറകെ ഒന്നായി വെട്ടിച്ച് 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന വൈഭവ് തന്നെയാണ് ഈ സീസണിലെ ഏറ്റവും വലിയ കണ്ടെത്തൽ. വൈഭവ് സൂര്യവംശിയുടെ ഈ റെക്കോർഡ് വേട്ടയെക്കുറിച്ച് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? സഞ്ജു സാംസൺ ഈ സീസണിലെ ഓറഞ്ച് ക്യാപ് ടോപ്പ് 20 ലിസ്റ്റിൽ തന്റെ സ്ഥാനം നിലനിർത്തുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? വരാനിരിക്കുന്ന മത്സരങ്ങളിൽ പടിക്കലും ജയ്സ്വാളും സഞ്ജുവിനെ മറികടക്കുമോ? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. കൂടുതൽ കൃത്യതയാർന്ന ക്രിക്കറ്റ് വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി സ്പോർട്സ് പിച്ച് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്